Hi, good morning. Again, welcome to Jenny Flowers YouTube channel. Okay. നമ്മൾ ഈ യൂട്യൂബിലും ന്യൂസിലും ഒക്കെ കേൾക്കുന്ന ഒരു കേരളം ഉണ്ടല്ലോ, ഒരു ഭീകരത അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന, അവിടെ വഴക്ക്, ഇവിടെ രാഷ്ട്രീയം, അവിടെ എന്തൊക്കെയോ. കേരളം എന്ന് പറയുമ്പോൾ ഇത് നിറഞ്ഞ് ഈ കുറ്റകൃത്യങ്ങളും വഴക്കും വക്കാണൊക്കെ നിറഞ്ഞ് ഒരു പ്രതീതിയല്ലേ. പക്ഷേ നമ്മളിതുപോലെ റിസോർട്ടിലൊക്കെ വന്ന് താമസിക്കുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ രാത്രിയൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പേടിയായിരുന്നു. കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു അദൃശ്യമായിട്ടൊരു കാര്യം കിടക്കുമല്ലോ, അവർ ആക്രമിക്കുമോ, ഇവർ വന്ന് ചോദിക്കുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ പകൽ നമ്മൾ ഇവിടെ താമസിക്കുമ്പം നമുക്ക് ശരിക്കും വർത്തമാനം പറയാനുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടത്. അങ്ങനെ എൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ബിസിനസ്സും എൻ്റെ ആ മോൾഡിങ്ങും വന്ന വഴികളും ഒക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അന്ന് ദുബായിലേക്ക് വരേണ്ട ഒരു ഇതിലേക്ക് വരെ സ്റ്റോപ്പ് ചെയ്തിരുന്നു അല്ലേ. നാട്ടുകാരെല്ലാവരും കൂടി എന്നെ യാത്ര അയക്കുന്നതും, അന്നത്തെ കാലത്ത് ദുബായിലേക്ക് ഗൾഫിലേക്ക് പോകാമെന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടുത്തുള്ളവരൊക്കെ നമുക്ക് പൈസ കൊണ്ട് തരും. എൻ്റെ അമ്മ അതിൽ കുറേയൊക്കെ ക്ലവറായിരുന്നു തോന്നുന്നു. കാരണം എന്നെപ്പോലെ ഞാനൊരു ഇക്കണോമിക്കൽ നീഡഡ് ആവശ്യമുള്ള സമയത്ത് നമുക്കറിയാം എവിടേക്കാണ് നമ്മളുടെ ട്രഷർ കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പണം എവിടേക്കുണ്ട്, അത് എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ബന്ധുക്കാരെടുത്തു, ഇപ്പോൾ നമ്മൾ ദുബായി പോകുമല്ലേ, അപ്പോൾ എല്ലാവരും നമ്മുടെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അമ്മ എൻ്റെ പെട്ടി പ്രിപ്പയർ ചെയ്ത് തന്നു. പിന്നെ വണ്ടിയിൽ, ബസ്സിൽ നമുക്ക് ബോംബെയിൽ എത്തണം. ബോംബെയിലാണ് പിന്നെ അവിടുന്ന് ഒരു ഏജൻറ്റ് നമ്മുടെ പേപ്പർ വർക്കെല്ലാം, വിസ മാത്രമല്ലേ കയ്യിലുള്ളൂ, പേപ്പർ വർക്കെല്ലാം തീർത്ത് അവിടുന്ന് വേണം ഫ്ലൈറ്റിലേക്ക് പോകാൻ. അന്നത്തെ കാലത്ത് കുവൈറ്റ് എയർലൈൻസ് എന്നൊരു ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്നെ രാത്രിക്ക് ഒരു ബസ് കയറ്റി വിട്ടു. ഒന്ന് ആലോചിക്കണം, വളരെ ഷൈ ആയിട്ടുള്ള ഒരാൾ, വെറും കോളേജ്, വീട്, വെല്ലുമച്ചി, ഈ 3 പേരുടെ ഇടയിൽ കിടന്ന് മാത്രം വളർന്ന ഒരാൾ ഒരു ബസ്സിൽ കയറി ബോംബെയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും അതിൻ്റെ ഒരു ഇത്. കാരണം എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും അവിടെ എത്തുക, കുടുംബം രക്ഷിക്കുക, ഈ 2 യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടെ എത്തിപ്പെട്ട് രാവിലെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം മുതൽ മഹാസംഭവങ്ങളുടെ ഒരു തുടക്കമായി. അതൊരു ട്വിസ്റ്റഡ് ലൈഫിലൊരു തുടക്കം എന്ന് പറയാം. അതടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം കേട്ടോ. ഒരുപാട് കഥകൾ, ഒരുപാട് അനുഭവങ്ങൾ അതുമായിട്ട്. ഇത് 42 വർഷത്തായി ഈ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് വന്ന ഒരുപാട് കഥകൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം. സോ കീപ്പ് ഓൺ വാച്ചിങ് ജെന്നി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ. കേട്ടുകൊണ്ടേയിരിക്കുക. ഓക്കെ, താങ്ക് യു.